ഒരുപാട് വർഷങ്ങളൊന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ് നല്ലത്. എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്കും ഉണ്ടാവും, ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ദിവസം വിജയിക്കുന്ന പോലെ നിങ്ങൾക്കും ഒരു ദിവസം ഉണ്ടാവും. ആദ്യമൊക്കെ കുറേ റോങ് ആൻസേഴ്സ് വന്നായിരുന്നു, മാർക്ക് കുറവായിരുന്നു. പിന്നീട് അത് മാറി. ആദ്യം എൻ്റെ നന്ദി പറയുന്നത് എൻ്റെ മാതാപിതാക്കളോട് തന്നെയാണ്. അവരാണ് ഈ ഒരു ജേർണിയിൽ സപ്പോർട്ടായിട്ട് നിന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളെ കളിയാക്കുമ്പോഴും അവരാണത് ഡിഫെൻസ് ചെയ്ത് നിന്നത്. അവനതാണ് താല്പര്യം, അവൻ അത് തന്നെ നേടും എന്ന് അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ കാണണം എന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം അല്ലേ? കൊച്ചുനാൾ തൊട്ടേ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ ടി വിയിൽ വരുമ്പം കാണുമായിരുന്നു. കിങ് ഒക്കെയാണ് അന്ന് ആദ്യം കണ്ടു തുടങ്ങുന്നത്, ഒരു സ്റ്റാർഡം വെച്ചുള്ള മമ്മൂട്ടിയുടെ. പിന്നീട് 2010-12 ആ ടൈമിലൊക്കെ ഫാൻസ് അസോസിയേഷനിലേക്ക് കയറുന്നത്. അവിടെ വെച്ചാണ് റിസാലിക്കായൊക്കെ പരിചയപ്പെടുന്നത്. റിസാലിക്കായും ഈ ജേർണിയിൽ ഒരു വളരെ സഹായമായിട്ടുണ്ട്. ഇവിടെ സെക്രട്ടേറിയറ്റ് PCM ബാച്ചിൽ വരുമ്പോൾ എൻ്റെ മെന്റർ ആയിരുന്നു അർച്ചന മിസ്. ഇവിടെ ഇരിക്കുന്നതും അർച്ചന മിസ് ആണ്. ഇപ്പൊ അർച്ചന മിസ്സിന്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ജേർണിയിൽ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ട് വന്നപ്പോൾ KS മെന്റർ ഫാമിലിയിൽ നിന്ന് കുറെ ഉദ്യോഗാർത്ഥികൾ ആ ലിസ്റ്റിൽ വന്നിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ PCM ബാച്ച് സ്റ്റുഡന്റും 147-ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ഷിറോസ് ഖാൻ ആണ് ഉള്ളത്. ഷിറോസ്, വെൽക്കം. പറയൂ, ആ ഒരു റിസൾട്ട് വന്ന സമയം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു 6-7 കൊല്ലത്തെ കഷ്ടപ്പാടല്ലേ, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് 6 വർഷമായിട്ട് കാത്തിരുന്നത്. അപ്പൊ ആ ഒരു നിമിഷം ആയപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. റിസൾട്ട് വരുമെന്ന് അറിയാമായിരുന്നു ആ ദിവസം. അപ്പൊ ആ ദിവസം മുഴുവൻ രാവിലെ തൊട്ടേ കാത്തിരിക്കുകയാണ്. എല്ലാവരും നമ്മളെ പോലെ തന്നെ മറ്റ് ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുകയാണ്. രാവിലെ തൊട്ടേ കാത്തിരിക്കുന്നെങ്കിലും വൈകിട്ടാണ് റിസൾട്ട് വന്നത്. പ്രൊഫൈലാണ് 4:45 വൈകിട്ട് പ്രൊഫൈലിലാണ് മെസ്സേജ് വന്നത്. അപ്പൊ ആ നിമിഷം ആ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ 147 എന്ന് റാങ്ക് എഴുതി കാണിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു മൊമെന്റ്. ആ മൊമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു മൊമെന്റിനെ. സത്യത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല ആ ഒരു മൊമെന്റ്. അപ്പം ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ റിസൾട്ട് വന്നു, 147 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കും ഒരു സന്തോഷമായിരുന്നു. ഉമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു ജേർണിയിൽ. ഉമ്മായും അതേപോലെ തന്നെ വാപ്പായും. അപ്പം വാപ്പ പുറത്തായിരുന്നു. അപ്പോൾ വാപ്പായെ വിളിച്ചു, ഇതേപോലെ റിസൾട്ട് വന്നു, 147 ഉണ്ട്, എന്തായാലും ഇത് ജോലി കിട്ടും ഉറപ്പാണ് എന്നുള്ളൊരു ഇത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഷിറോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയോ? എന്താ പഠിച്ചേ, എവിടെയാണ് സ്ഥലം, അതൊക്കെ ഒന്ന് പറയോ? എൻ്റെ സ്ഥലം മഞ്ഞപ്പാറയാണ്, ചടയമംഗലം. ഞാൻ പഠിച്ചത് ഡിഗ്രി മാത്സ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ MBA ആണ് എടുത്തത്, MBA ഫൈനാൻസ് ആൻഡ് HR. ഡിഗ്രി സെന്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കരയാണ് പഠിച്ചത്. MBA പഠിച്ചത് ചടയമംഗലം മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പൊ മാത്സ് ആണ് പഠിച്ചത് അല്ലേ? PSCയിൽ മാത്സിന്റെ വെയിറ്റേജ് ഭയങ്കര കൂടുതലാ. അപ്പം ഈ ഒരു PSC ജേർണി ചോദിക്കുന്ന സമയത്ത്, ഇപ്പം മെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് മാത്സിനോട് അല്ലെങ്കിൽ മാത്സിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നതുകൊണ്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? മെയിൻസ് ടൈമിൽ അങ്ങനെ തോന്നിയിട്ടില്ല. മെയിൻസ് ടൈമിൽ മാത്സ് കുറച്ച് വെയിറ്റേജ് കുറവാണ്, എങ്കിലും മാത്സ് ഒരു 10 മാർക്ക് ഉണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഇതായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഏകദേശം 14 മാർക്ക് ഉണ്ടായിരുന്നു. മുമ്പത്തെ മെയിൻസിനെ പോലെ ആയിരുന്നില്ല, 14 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാൻ അതൊരു കാരണമായിട്ടുണ്ട്. മാത്സ് എളുപ്പമായിരുന്നു, മാത്സ് തന്നെ ആയിരുന്നുകൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് സബ്ജക്ട് അതായതുകൊണ്ട് എളുപ്പമായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഷിറോസിന്റെ ആ ഒരു ജേർണി അറിയാൻ താല്പര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ 1-2 വർഷത്തെ കഥയൊന്നും അല്ല ഷിറോസിന് പറയാനുള്ളതല്ലേ. പഠിച്ചു കഴിഞ്ഞപ്പം തൊട്ടേ PSC എന്ന് പറയുന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇപ്പൊ MBA കഴിഞ്ഞു എന്ന് പറഞ്ഞു, പ്രൈവറ്റ് ജോലിയൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലേ. അപ്പം ആ ഒരു 6 വർഷത്തെ കഥ നമ്മളോട് പറയാമോ? തുടങ്ങിയത് എങ്ങനെ, എവിടെയാണ്, എവിടെയെങ്കിലും വേറെ പഠിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് KS മെന്ററിൽ എത്തിയത്, അങ്ങനെ എല്ലാം ഒന്ന് പറയോ? MBA പഠിച്ചു 2020 റിസൾട്ട് വരുന്നത്. MBAക്ക് സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ സപ്ലി കഴിഞ്ഞ് എഴുതിയെടുത്തപ്പം 2020 ജനുവരിയിലാണ് റിസൾട്ട് വന്ന് MBA പാസ്സായത്. അതിനുശേഷം പുറത്തു പോകാൻ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പം കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ അവിടെ ചടയമംഗലത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിരുന്നു. ആ സമയത്താണ് കോവിഡും വരുന്നത്. അങ്ങനെ പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് എക്സാം ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു സ്ട്രെസ് ആയിരുന്നു അത്. പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മുമ്പോട്ടുള്ള ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് 2020 KS ഞാൻ എഴുതിയായിരുന്നു. KS ഫസ്റ്റ് എക്സാം ആയിരുന്നു. അതിന് മുമ്പ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്, എങ്കിലും
ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല, ചുമ്മാ പോയി എഴുതുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. 2021 തന്നെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് കിട്ടി, കേസ് എന്ന് പറഞ്ഞ കിട്ടിയ റമീസ് രാജ എന്നാണ് പേര്. അപ്പം കേസ് കിട്ടിയപ്പോൾ അതൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു, ശരി ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ജേർണി. അപ്പം എന്തായാലും PSC തന്നെ നോക്കാം എന്ന് വെച്ചിരിക്കുകയായിരുന്നു, തീരുമാനമായിരുന്നു. അപ്പം വീട്ടില് ഉമ്മാക്കും വാപ്പാക്കും ഒന്നും ഗവൺമെന്റ് ജോബോ അങ്ങനെയൊന്നുമില്ല. ഉമ്മ ഹോം മേക്കറാണ്, വാപ്പ പ്രൈമറി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഗവൺമെന്റ് ജോബ് അപ്പൊ അന്നേ മനസ്സിൽ കയറിയായിരുന്നു. ആദ്യമേ പഠിച്ചു തുടങ്ങിയ സമയത്തും ഇപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാമോ? മീൻസ് നോളേജ് ഉണ്ടായി ഇല്ലേ? അതെ, പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ നടക്കുന്ന മാമാങ്കത്തിലും ഷിറോസ് ഉണ്ട് അല്ലേ? അതെ. ടെസ്റ്റിന്റെ ടോപ്പ് 5 എപ്പോഴും ഷിറോസ് വരാറുണ്ട്. അപ്പോ എന്താണ് ആ ഒരു സ്ട്രാറ്റജി? മീൻസ് പണ്ട് പഠിക്കുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുന്നു, ഇപ്പൊ പ്രിലിംസ് പാസ് ആവുന്നില്ല, ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം റാങ്ക് ലിസ്റ്റിൽ കയറി അല്ലേ? ഇപ്പൊ നോക്കുമ്പോൾ 4-5 വർഷത്തെ ഒരു ഇതുണ്ട്, കഷ്ടപ്പാടുണ്ട്. പക്ഷെ അത് പഠിത്തം മാത്രമല്ലല്ലോ. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഷിറോസിന്റെ ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്? 2022 ശേഷം സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു കുറച്ച് നാള്. കഴിഞ്ഞ് 2021 വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേർന്നായിരുന്നു. ഡിഗ്രി പ്രിലിംസ് പാസ്സാവും, മെയിൻസ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു 2021 ശേഷം 2024 ആ ടൈമിൽ കിട്ടിയത്. അപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറി പിന്നീട് കുറച്ച് നാള് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം 2024 ഡിഗ്രി പ്രിലിംസ് പാസ്സാവുന്നുണ്ട്. അന്ന് തന്നെ ആ പ്രാവശ്യം തന്നെയാണ് LD ക്ലർക്കും വരുന്നത്. LD ക്ലർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം LD ക്ലർക്കും പ്രിപ്പയർ ചെയ്യണം, ഡിഗ്രി പ്രിലിംസ് അപ്പം പാസ്സായി, അത് എഴുതി റിസൾട്ട് വരുന്നത് LD ക്ലർക്ക് കഴിഞ്ഞതിന് ശേഷം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. LSGS ആയിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി, ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഒരു തസ്തികയായിരുന്നു അത്. അപ്പം അതൊരു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പം പ്രിലിംസ് പാസ്സായ സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും കയറണം, ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒരു ആളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് KS മെൻറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് LSGS ടൈമിൽ. എങ്കിലും ഞാൻ ഫസ്റ്റ് പേപ്പർ എടുത്തില്ലായിരുന്നു, സെക്കൻഡ് പേപ്പറിന് മാത്രമായിട്ടായിരുന്നു അന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് പേപ്പർ ഉപകാരമായിരുന്നു, ഹസൻ സാറ് ആണ് എടുത്തിരുന്നത്. അപ്പം അടിപൊളി ക്ലാസ്സുകളായിരുന്നു. സാറ് കുറച്ച് AI സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു നമുക്ക്, AI, ChatGPT അതുപോലുള്ള ടൂൾസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തരുന്നത് സാറാണ്. അതുവരെ നമുക്ക് അറിയത്തൊന്നുമില്ല, ChatGPT ഇങ്ങനെ ഉണ്ട്, വാർത്തയിലൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല, പഠിത്ത കാര്യങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അന്ന് പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം LSGS എക്സാം എഴുതുന്നുണ്ട്, LD ക്ലർക്കും എക്സാം എഴുതി നിൽക്കുകയാണ്. അന്ന് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ഒരു കട്ട് ഓഫ് ഒരു 51 ആയതുകൊണ്ട് ഒരു 70 ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്, നമ്മുടെ മനസ്സിൽ ഒരു പ്രീവിയസ്ലി ഒന്ന് ഇത് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം എക്സാം ഹാളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് വന്നു. അപ്പം ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല LD ലിസ്റ്റ് വന്നപ്പോൾ. പിന്നീടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഏകദേശം ഒക്ടോബർ തൊട്ട് PCM ബാച്ച് ഇവിടെ തുടങ്ങുന്നു എന്ന് അറിഞ്ഞു. അങ്ങനെ PCM ബാച്ചിലാണ് കയറുന്നത്. നവംബറിലാണ് ജോയിൻ ചെയ്യുന്നത്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തെ ക്ലാസ് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു തീർക്കുന്നു. അതിനുശേഷമാണ് ഒരു സ്ട്രക്ചറായിട്ട് ഈ ഒരു യാത്ര പോകുന്നത്. കേസ് മെന്ററിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നു, ആ ക്ലാസ്സിനോടൊപ്പം തന്നെ PYQ കൂടി ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇതായിരുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഐഡിയ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മുന്നോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നത് PCM ബാച്ച് ആയിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസ് 2025 മെയ്യിലായിരുന്നു, ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എക്സാം. അപ്പം പ്രിലിംസ് എന്തായാലും ക്വാളിഫൈ ചെയ്യുന്ന അറിയാമായിരുന്നു. അപ്പോൾ മെയിൻസിന് പിറ്റേന്ന് തൊട്ട് തന്നെ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഈ ടെസ്റ്റ് സീരീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇപ്പോൾ നടന്ന മാമാങ്കത്തിലാണെങ്കിലും കഴിഞ്ഞ മാമാങ്കത്തിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഷിറോസ് 65+ അടിക്കും. ഒത്തിരി അറ്റംപ്റ്റ് കൊടുത്തിട്ടാണോ അതോ കുറച്ചേ കുത്താറുള്ളോ? എന്താണ് അതിന്റെ ഒരു ഗെയിം? മാക്സിമം അറ്റംപ്റ്റ് തന്നെ ചെയ്യും. ആദ്യമൊക്കെ കുറെ റോങ് ആൻസേഴ്സ് വന്നായിരുന്നു, മാർക്ക് കുറവായിരുന്നു. പിന്നീട് അത് മാറി. അപ്പം ടോപ്പിൽ തന്നെ ആദ്യത്തെ 5 തന്നെ ഇടം പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. പ്രിലിംസ് സമയത്താണെങ്കിലും മെയിൻ സമയത്താണെങ്കിലും അത് ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മാക്സിമം അറ്റംപ്റ്റ് തന്നെ 2 പേപ്പറും ഞാൻ കൊടുക്കും. 90+ ഒക്കെ കുത്തുവോ? അതെ, കുത്തും. സമയം തികയും. പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ ഇത് ഇങ്ങനെ? മീൻസ് മാക്സിമം PYQs ചെയ്ത് നോക്കാതെ ഇതെങ്ങനെയാ അപ്പം
മാക്സിമം നല്ല ഒത്തിരി PYQs ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ? അതെ, മാക്സിമം PYQ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് സമയത്ത് ഇതുവരെ നടന്ന സ്റ്റേജിലെ എക്സാംസ് എല്ലാം ചെയ്തു നോക്കുമായിരുന്നു. PSC ടൈം അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. 2 മണി തൊട്ട് 3:15 വരെ ചെയ്യുമായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു 6 വർഷത്തെ ജേണി അല്ലേ? ഇപ്പൊ കോവിഡ് വരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സ്ട്രെസ്ഡ് ആയിരുന്നു. എന്താ ഹോബീസ്? എന്തൊക്കെയാ ഇഷ്ടം? ഹോബീസ് സിനിമയാണ് കൂടുതൽ കാണുന്നത്, പിന്നെ റീഡിംഗ് ഉണ്ട്. രണ്ടും സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു. സിനിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം സ്നേഹയുടെ 60 സെക്കൻഡ്സിൽ പറയുന്നുണ്ട് എനിക്ക് മമ്മൂട്ടിയെ കാണണം എന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് മമ്മൂട്ടി, എന്താ ഇത്ര ആരാധന, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിനോട് ഇത്ര സ്നേഹം? കൊച്ചുനാൾ തൊട്ടേ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ TV-യിൽ വരുമ്പം കാണുമായിരുന്നു. കിങ് ഒക്കെയാണ് അന്ന് ആദ്യം കണ്ടു തുടങ്ങുന്നത്, ഒരു സ്റ്റാർഡം വെച്ചുള്ള മമ്മൂട്ടിയുടെ. അപ്പം അതൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണമായിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് 2010-12 ആ ടൈമിലൊക്കെ ഫാൻസ് അസോസിയേഷനിലേക്ക് കയറുന്നത്. അവിടെ വെച്ചാണ് റിസാലിക്കായൊക്കെ പരിചയപ്പെടുന്നത്. റിസാലിക്കായും ഈ ജേർണിയിൽ ഒരു വളരെ സഹായമായിട്ടുണ്ട്. PSC-യിൽ റിസാലിക്ക ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പിന്നീട് ഇങ്ങോട്ട് ആ ഫാൻസിൽ ഒരു 10 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്, 2020 വരെ. അതിനുശേഷം പിന്നീട് ഈ പ്രിപ്പറേഷൻ ഇതൊക്കെ ആയതിനു ശേഷം പിന്നീട് അങ്ങനെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. മാക്സിമം പഠിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു അതിനുശേഷം. പുസ്തകം വായന എത്രത്തോളം നമുക്ക് റിലീഫ് വന്നിട്ടുണ്ട്? എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുക? എല്ലാ പുസ്തകങ്ങളും മാക്സിമം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ കൂടുതൽ നോൺ ഫിക്ഷൻ ആണ് കൂടുതൽ വായിച്ചത്. ആരാണ് ഫേവറേറ്റ് ഓതർ? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ്. ബഷീറാണ്. ബഷീറിന്റെ എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ? കവർ ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ കൃതികൾ തന്നെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കോവിഡ് ടൈമിലും അല്ലാതെ ഇരുന്ന് വായിച്ച് തീർത്തിട്ടുണ്ട്. ഷിറോസെ, ഒരു കാര്യം കൂടി, ഇപ്പം ഷിറോസിന്റെ ആ ഒരു മാർക്കും എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ഷിറോസ് AI അല്ലെ, ഇപ്പം പറയുന്നു ChatGPT ഉപയോഗിക്കുമായിരുന്നു അല്ലേ? എങ്ങനെയാ ChatGPT അല്ലെ നമ്മുടെ AI ഇപ്പം ഹസൻ സാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സമയം തൊട്ടേ എങ്ങനെയാണ് അത് സ്മാർട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ഇപ്പം നമ്മുടെ കുട്ടികളോടൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ പറയും. UPSC അല്ലെങ്കിൽ KPSC മോഡലിൽ ജനറേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇതൊരു റിവിഷൻ പർപ്പസിന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കും, അങ്ങനെയാണോ? അതെ. അപ്പൊ ഒരു റിവിഷനും ആവും, നമ്മൾ മാക്സിമം PYQ ചെയ്യുന്ന ഒരു ഫീലും കിട്ടും. അത് എപ്പോഴാ, മീൻസ് എന്താ പറയാ, പഠിച്ചു കഴിഞ്ഞിട്ട് ബോറടിക്കുന്ന സമയത്താണോ? എങ്ങനെയാ ഒരു ടൈം? എല്ലാ ദിവസവും ചെയ്തു നോക്കുമായിരുന്നോ? മാക്സിമം എല്ലാ ദിവസവും ചെയ്തു നോക്കാറുണ്ട്. കൂടുതലും പഠിച്ചു കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഇത് ചെയ്തു നോക്കുന്നത്. രാത്രി സമയങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, AI യൂസ് ചെയ്തിട്ടും PYQ ടെസ്റ്റ് സീരീസും ഒക്കെ ആയിട്ടല്ലേ? അപ്പൊ എക്സാം ഹാളിൽ പോയപ്പോ നല്ല കോൺഫിഡന്റ് ആയിട്ടാണോ പോയത്? ഈ എക്സാം എഴുതാൻ പോയത് നല്ലൊരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് അവിടെ പോയത്. എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു യൂസേജ്? സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നോ അതോ ഇല്ല എനിക്ക് പഠിത്തം മാത്രം അങ്ങനെ? അല്ല, ഞാൻ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ടെലിഗ്രാം ആണ് ഈ സമയങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പഠിത്ത കാര്യങ്ങളിലൊക്കെ ടെലിഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട്. കോളുകളൊക്കെ ചെയ്യുമായിരുന്നു. മാക്സിമം PYQ ഇപ്പൊ MEM-ൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കുറെ ചാനലുകളുണ്ട്. ആ ചാനലുകളിലൊക്കെ PYQ വരുന്നതും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം ഇതേപോലെ തന്നെ ആകാശവാണിയുടെ എയർ ന്യൂസ് അലർട്ട് എന്ന് പറഞ്ഞ് ഒരു പേജൊക്കെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട ന്യൂസ് ഒക്കെ അതിനകത്ത് തന്നെ വരും. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാം നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമും പഠനത്തിന് വേണ്ടി ഒരു ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്, ടെലിഗ്രാമും നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വർക്കാണ് അവിടെ നടന്നിട്ടുള്ളത്, നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി എനിക്ക് ഷിറോസിനോട് ചോദിക്കാനുള്ളത്, ആരോടാണ് ഈ ഒരു നേട്ടത്തില് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത്? ഇപ്പം കുടുംബം, ഉമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞു, എങ്കിൽ പോലും ഇപ്പൊ ഒരു നന്ദി പറയണം അല്ലെ എന്നുണ്ടെങ്കിൽ ആരോടൊക്കെ ആയിരിക്കും ആ ഒരു നന്ദി? ആദ്യം എന്റെ നന്ദി പറയുന്നത് എന്റെ മാതാപിതാക്കളോട് തന്നെയാണ്. അവരാണ് ഈ ഒരു ജേർണിയിൽ സപ്പോർട്ടായിട്ട് നിന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളെ കളിയാക്കുമ്പോഴും അവരാണ് അത് ഡിഫെൻസ് ചെയ്ത് നിന്നത്. അവനതാണ് താല്പര്യം, അവൻ അത് തന്നെ നേടും എന്ന് അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം തന്നെയാണ് എന്നെ ഈ ജേർണിയിൽ മുന്നോട്ട് ഈ ഒരു ഇത്രയും വർഷമായെങ്കിലും എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണമെന്നുള്ള ഒരു രീതിയിൽ എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് വലിയൊരു ഇതാണ്. സിസ്റ്ററും അതേപോലെ തന്നെ അളിയനും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നീട് ഇവിടെ സെക്രട്ടേറിയറ്റ് PCM ബാച്ചിൽ വരുമ്പോൾ എന്റെ മെന്റർ ആയിരുന്നു അർച്ചന മിസ്. ഇവിടെ ഇരിക്കുന്നതും അർച്ചന മിസ് ആണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതും. അപ്പൊ അർച്ചന മിസ്സിന്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ജേർണിയിൽ. കേസ്മെന്റ് ടീമിന് തന്നെ വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടമാണ്
ഷിറോസ് ഖാൻ കൊണ്ടു തന്നിട്ടുള്ളത്. ഇനി ഇനി പഠിക്കാൻ പോകുന്ന ആസ്പിറൻസിനോട് ഷിറോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് വർഷങ്ങളൊന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ് നല്ലത്. എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെയാണ് ഞാനിത് പറയുന്നത്. മാക്സിമം ഒരു 2-3 വർഷം ഇതിൻ്റെ പിറകെ നടന്ന് ചെയ്യുക. പിന്നെ എൻ്റെ അതേ അനുഭവം ചിലപ്പം ഉള്ളവരും ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ കൈവിടാതെ സൂക്ഷിക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം വരും. ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്കും ഉണ്ടാവും. ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ദിവസം വിജയിക്കുന്ന പോലെ നിങ്ങൾക്കും ഒരു ദിവസം ഉണ്ടാവും. ആ ഒരു ദിവസത്തിനായിട്ട് നിങ്ങളും പ്രയത്നിക്കുക. ഷിറോസെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എത്രയും പെട്ടെന്ന് കാണട്ടെ, അഡ്വൈസും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മിസ്.